നോറ നീ അകത്ത് വേറെ ഡ്രസ് ഇട്ടിട്ടില്ലല്ലോ. നോറ നീ അകത്ത് വേറെ ഡ്രസ് ഇട്ടിട്ടില്ലല്ലോ. എല്ലാം അറിയാം, പക്ഷെ എനിക്ക് എന്നെ തെളിവുകളില്ല. ഇന്നിപ്പോ എനിക്കത് കിട്ടി. ക്ലിയർ എവിഡൻസ്. നമസ്കാരം. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നിങ്ങൾ വിശ്വസിക്കില്ല എന്നറിയാം, എന്നാലും ഞാൻ പറയും. നിങ്ങൾ വിശ്വസിക്കില്ല എന്ന് അറിഞ്ഞാലും ഞാൻ പറയും. ഇന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ കേട്ടോ, ഞാൻ സീരിയസ് ആയിട്ട് മനസ്സിൽ തൊട്ട് പറയാൻ കേട്ടോ. ഇന്ന് സത്യം പറഞ്ഞാൽ ഈ ബിഗ് ബോസ് തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ട് എനിക്ക് ജാസ്മിനോടൊരു സഹതാപം തോന്നി, ഒരു വിഷമം തോന്നിപ്പോയി. കാരണം വെച്ചാൽ ഇന്ന് ജാസ്മിന് മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റില്ല എന്നുള്ളത് ഒരു സത്യാവസ്ഥ ഞാൻ മനസ്സിലാക്കി. നിങ്ങൾ എത്ര പേര് മനസ്സിലാക്കിയിട്ടുണ്ട്? കാരണം വെച്ചാൽ ഇന്ന് സത്യം പറഞ്ഞാൽ അവസാനം ബിഗ് ബോസിന് വരെ പറയേണ്ടി വന്നു. ജയിൽ സന്ദർശന സമയത്ത് മാത്രമേ ജയിലിലുള്ളവരുമായി ബാക്കിയുള്ളവർ സമ്പർക്കം പാടുള്ളൂ. അതായത് നോറയും ഗബ്രിയും ജബ്രി കോംബോ കഴിഞ്ഞതിന് ശേഷം ഇനി നോബ്രി കോംബോ വരുമെന്ന് അറിയില്ലല്ലോ. എന്താണെങ്കിലും കാരണം ഗബ്രിയാണ് ആൾ കേട്ടോ. നോറയും ഗബ്രിയും കൂടി ജയിലിൽ ആട്ടുകയാണ്. എന്ത് അരി ആട്ടുകയാണ്. അപ്പോൾ അരി ആട്ടുന്ന സമയത്ത് ഇതിന് വേണ്ടിയിട്ടുള്ള സഹായ ഹസ്തങ്ങളെല്ലാം എന്താ പറയുക, നിറകണ്ണുകളോടെ നല്ല എന്താ പറയുക, ആകെ എന്താ പറയുക, വീർത്ത കബിളുകളോടെ ഏറ്റവും കൂടുതൽ വിഷമ പരവശയായിട്ടാണ് ജാസ്മിൻ അവർ നോക്കിയിരിക്കുകയാണ് അവിടെ. അവസാനം നമ്മുടെ ഇയാൾ ബിഗ് ബോസിന് ദേഷ്യപ്പെടേണ്ടി വന്നു, ചീത്ത പറയേണ്ടി വന്നു. ഇറങ്ങിപ്പോ വീട്ടിൽ നിന്ന്, ഇറങ്ങിപ്പോ, അവിടെ ആരും സന്ദർശന സമയമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് സെക്യൂരിറ്റിനെ വെച്ച് ആട്ടി ഓടിക്കേണ്ട കണ്ടീഷൻ വരെ വന്നിട്ടുണ്ട്. നിങ്ങൾ ആദ്യം ഒരു ക്ലിപ്പ് കണ്ടോ? ജാസ്മിൻ 2-3 പ്രാവശ്യമാണ് ലൈവിൽ അത് ചോദിച്ചിരിക്കുന്നത്, നോറ നീ അടിയിൽ വല്ല ഡ്രസ്സ് ഇട്ടിട്ടുണ്ടോ എന്ന്. അയ്യോ, പറയാൻ തന്നെ ഒരു ഇത് വരുന്നു. സീരിയസ്ലി നീ ഉള്ളിൽ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടോ? എന്തിനായിരിക്കും ജാസ്മിൻ അങ്ങനൊരു ചോദ്യം നോറയോട് ചോദിക്കേണ്ടി വരുന്നത്? അത് ഗബ്രിയുടെ ചാരിതാർത്ഥ്യത്തെ അല്ലെങ്കിൽ ചരിത്രത്തെ സംശയിക്കുന്ന ഒരു സംഭവമല്ലേ? കാരണം ഇത്രയും ദിവസം ബിഗ് ബോസ് തുടങ്ങിയതിന് ശേഷം മുതൽ ഗബ്രി എന്നും രാത്രി കിടന്നുറങ്ങുന്നതിന് മുന്നേ അല്ലെങ്കിൽ കിടന്നുറങ്ങുന്ന സമയത്താണെങ്കിലും ജാസ്മിൻ്റെ കൂടെയായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നീ ഉള്ളിൽ വേറെ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കേണ്ട ഒരു സിറ്റുവേഷൻ എങ്ങനെ അവിടെ ജാസ്മിന് വന്നു എന്നുള്ളൊരു സംഭവം നമ്മൾ വളരെ സീരിയസ് ആയിട്ട് പരിശോധിക്കണം. എൻ്റെ അഭിപ്രായത്തിൽ ഈ സാറ്റർഡേ നാളെ വരുന്ന എപ്പിസോഡിൽ ലാലേട്ടൻ്റെ അടുത്ത് വരെ ഈ ഒരു സംഗതി എത്തണം. കാരണം എന്താ വെച്ചാൽ ഇപ്പം എല്ലാം അങ്ങനെയാണല്ലോ, എല്ലാവരും പറഞ്ഞു വെച്ചത് ലാലേട്ടൻ്റെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അല്ല, ജാസ്മിൻ എന്തിനാണ് ചോദിച്ചത്? ഞാൻ 2-3 പ്രാവശ്യം ഇങ്ങനെ ആലോചിച്ചിട്ടോ, എന്തിനാവും ജാസ്മിൻ നോറനോട് വീണ്ടും നീ ഡ്രസ്സ് ഇട്ടില്ലേ എന്ന് ആലോചിക്കുന്നത്? കടിയേറ്റിയാകും സംഭവം. കാരണം ഗബ്രിക്ക് കടിക്കുന്ന സ്വഭാവം ഉള്ളത് കൊണ്ട് ഇനിയിപ്പോൾ അതായിരിക്കില്ല. അതൊക്കെ വെറുതെ നമ്മളെ അങ്ങനെ ഒരു ചിന്ത നമുക്ക് പോകാൻ പാടില്ലായിരുന്നു. അരിദരിദ്ര പൂർണ്ണാരി. എന്താണെന്നുണ്ടെങ്കിലും 2 പേരും ജയിലിലാണ്. നോറയും ഗബ്രിയും ജയിലിൽ ഇണക്കുരുവികളെ പോലെ അല്ലെങ്കിലും ഇരുന്ന് അരിയായിട്ടുണ്ട്. 2 ഫൈറ്റാണ്. സംഭവം ഭയങ്കര രസമായിട്ടുണ്ട്. കാരണം ഗബ്രീനെ അങ്ങോട്ട് അയച്ച സ്ഥിതിക്ക് നോറയും കൂടി ആവുന്ന സമയത്ത് ജാസ്മിന് എന്തായാലും ഉറക്കമുണ്ടാവില്ല. സമാധാനമില്ല അതിന്. സീരിയസ് ആയിട്ട് അവിടെ തന്നെ ഇരിക്കുകയാണ്. എങ്ങനെയെങ്കിലും അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന പരിപാടിയാണെന്ന്. കാരണം കിടന്നുറങ്ങാൻ ചാൻസ് ഇല്ല, ഉറക്കം വരാൻ ചാൻസ് ഇല്ല. നാളെ രാവിലെ ജാസ്മിൻ ഇങ്ങനെ ഉറക്കം തൂങ്ങിയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഉറപ്പിച്ചോളൂ, നാളെ ഇന്ന് രാത്രി ജാസ്മിന് നിദ്രാവിഹീനമായ രാത്രികളാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ.